അപ്പോൾ ഇന്ന് കർക്കിടക വാവായിട്ട് ഞാനും അമ്മയും ബലിയിടാൻ പോകുന്നു ഗൈസ്. ഇങ്ങനെ റോഡിൽ ചെന്ന് വണ്ടി കാത്തുകൊണ്ട് നിന്നപ്പോൾ അതാ വൈക വിളിക്കണം, വൈകയും വരണമെന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ വൈകിനെ പിക്ക് ചെയ്യാനായിട്ട് അവരുടെ സ്റ്റോപ്പിലായിട്ട് പോയി. ഇതാ വരുന്നു, ആളിതാ വരുന്നു, അവർക്ക് കുടുങ്ങി വരുന്നു. ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞായിരുന്നു രാവിലെ ആകുമ്പോൾ റെഡിയായി നിൽക്കണമെന്ന്. എന്നിട്ട് ഇയാൾ രാവിലെ ആയപ്പോൾ തണുപ്പൊന്നും പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ അതാ റെഡിയായി അത് നിൽക്കുന്നത്. ആൾത്തിരക്ക് കാരണം ബസ്സൊന്നും കയറ്റി വിടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നടരാജ് യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗമാകാൻ വേണ്ടി നടന്നു പോകാമെന്ന് തീരുമാനിച്ചു. നടന്നങ്ങനെ ബലിയിടാനുള്ള സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ പൊന്നെ എന്തോന്ന് ആളാന്തോ ഒടുക്കത്താള്. ഇങ്ങോട്ടും തിരിയാനില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ ബലിയിടുന്നത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ എന്തോ അപ്പുറത്ത് പോയി നോക്കിയിട്ട് വരാം, ഇവിടെ നല്ല തിരക്കാണ്. അങ്ങനെ അതും കണ്ട് ഞാനും വൈകി അവിടെ നിന്ന്. ആ ടൈമിന് അമ്മ പോയി ബലിയൊക്കെ ഇട്ടിട്ട് വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് നടക്കുകയാണ്. അപ്പോഴവിടെ നിന്നൊരു ആംബുലൻസ് വന്നു. അങ്ങനെ ആൾക്കാരെല്ലാം അവിടെ ബ്ലോക്കായി. ഇനി അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു അനൗൺസ്മെന്റ് കേൾക്കാം. ശ്രദ്ധിക്കുക, തച്ചോട് സംഘമുക്കിൽ നിന്ന് വന്ന ജയകുമാറിനെ കാത്ത് കൂടെ വന്ന ഹരികുമാർ ആൾക്കാർമുടി ജംഗ്ഷനിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാനുള്ള പരിപാടിയാണ്. സ്റ്റെപ്പ് പറഞ്ഞതിൻ്റെ സൈഡിലായിട്ട് തന്നെ ദേവസംഘരുടെ വെടിവഴിപാടുണ്ട്. അപ്പം അമ്മ ഒരു കുടുംബ വെടിക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഇനി അമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ക്ഷേത്രത്തിനകത്ത് നല്ല തിരക്കായിരുന്നു. ഇനി താഴെ പോയി ചെരുപ്പൊക്കെ അവിടെ ഉണ്ടാകുന്നു നോക്കണം. ഇതാണ് അവിടുത്തെ അമ്പലക്കുളം, നല്ല വലിയ അമ്പലക്കുളം അല്ലേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും നടരാജ് യൂണിവേഴ്സിറ്റിയുടെ വാക്കിംഗ് കോൺടെസ്റ്റ്. അങ്ങനെ ബസ്സൊക്കെ കയറി സ്ഥലം എത്തി. വൈകിനെ വീട്ടിലാക്കിയിട്ട് ഞാനും അമ്മ ഇനി വീട്ടിലോട്ട്. ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ആരാ? വീരൻ. ഇത്ര നേരം ഒറ്റയ്ക്കിരുന്നതിൻ്റെ എല്ലാ വിഷമവും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു തീർക്കുകയാണ്. എന്നിട്ടൊരു ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നപ്പോൾ അതാ വന്നു കർക്കിടക വാവിൻ്റെ മെയിൻ സാധനം വാവുകഞ്ഞി. വാവുകഞ്ഞിയോടുകൂടി ഇന്നത്തെ കർക്കിടക വാവ് ശുഭമായി അവസാനിച്ചിരിക്കുകയാണ്. കഞ്ഞി തോന്നുന്നു.